ബോംബെ ഗ്രൂപ്പ് ആ പേരിൻ്റെ തന്നെ അറിയാം, നമുക്കെല്ലാവരും ഫെമിലിയർ ആയിട്ടില്ല. ബോംബെ എന്ന് പറഞ്ഞ സിറ്റിൻ്റെ പേരിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും ഇന്ത്യയിൽ ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബന്ധ്യ, ഭാട്ടിയ ആൻഡ് ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞ 1952 ഇത് ആദ്യമായിട്ട് ഈ ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ, ഓ ഗ്രൂപ്പുകാർക്ക്, അതായത് ഓ നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ ചില സമയത്ത് അത് മാച്ചായി കിട്ടുന്നതല്ല. ആ സന്ദർഭത്തിലാണ് ഈ ഗ്രൂപ്പ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് മാച്ചായി വരാത്തത് എന്ന് നോക്കിയത്. ഇതാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പ് നിർണയത്തിൻ്റെ ആദ്യ പടി നടന്നത്. അങ്ങനെയാണ് ഈ 3 പേര് ഈ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, ഓ ഗ്രൂപ്പാണ് നമ്മുടെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ ഗ്രൂപ്പിൽ അത് 3 ഗ്രൂപ്പുകളാണ്, 2 അല്ല 3 ഗ്രൂപ്പുകളാണ്, എ, ബി, എ ബി. ഈ എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഉള്ള ആൾക്കാരാണ് എ ബി. എ ആൻറ്റിജൻ മാത്രമുള്ള ആൾക്കാരാണ് എ ഗ്രൂപ്പുകാർ. ബി ഗ്രൂപ്പുകാർ ബി ആൻറ്റിജൻ ഇല്ല ആളുകളുമാണ്. ഈ എയും ബിയും ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എച്ച് ജീന് ആവശ്യമാണ്. ഈ എച്ച് ജീനാണ് ഈ എച്ച് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കോമ്പണന്റ് ഉണ്ടാക്കുന്നത്. ഈ എച്ച് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലേ എ ആൻഡ് ബി ഗ്രൂപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇത് ഇല്ലാത്ത, ഈ എച്ച് സബ്സ്റ്റൻസ് ഇല്ലാത്ത ഗ്രൂപ്പുകളെ ആണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഓൾ ഇന്ത്യയിൽ 1% തൊട്ട് 2% വരെയുള്ള ആൾക്കാരെ ഉള്ളൂ. പക്ഷെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യലും ആ ഗ്രൂപ്പുള്ളവർക്ക്, ആ ബോംബെ ഗ്രൂപ്പുള്ളവർക്ക് ആ ഗ്രൂപ്പിലുള്ള ആൾ മാത്രമേ മാച്ചായി കൊടുക്കാവൂ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഹിമോലൈസിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ ഓ നെഗറ്റീവും പോസിറ്റീവും മാറ്റല്ല. ഓ ഗ്രൂപ്പുകാരാണ് എച്ച് നെഗറ്റീവ് ആൾക്കാരെയാണ് നോക്കേണ്ടത്. ഈ എച്ച് ആൻറ്റിജന് ബ്ലഡിൽ സ്വന്തമല്ലത്, ഇത് നമ്മുടെ സലൈവയിലും ഉണ്ട്, അത് ബോഡി ഫ്ലൂയിഡ്സിലും ഉണ്ട്.